കുഞ്ഞുമക്കൾക്കും രക്ഷകർത്താക്കൾക്കും മാതൃകയായിക്കൊണ്ട് നമ്മുടെ കേരളത്തെ അഭിമാനത്തിൻ്റെ കൊടുമുടിയിലെത്തിച്ചൊരു കൊച്ചുമിടുക്കിയാണ് ശ്രീജ IFS. ബിരുദ പഠനത്തിൻ്റെ തുടക്കത്തിൽ നവാഗതർക്ക് വേണ്ടി സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു നമ്മുടെ ശ്രീജ IFS. അദ്ദേഹം പകർന്നു നൽകിയ ആവേശത്തിൻ്റെ ഊർജ്ജസ്വലതയുടെ വാക്കുകളാണ് നാം കേൾക്കാൻ പോകുന്നത്. ഇല്ലായ്മയെ തോൽപ്പിച്ച് ദൃഢനിശ്ചയത്തിൻ്റെ ആത്മവിശ്വാസത്തിൻ്റെ കൊടുമുടിയിലെത്തിയതാണ് ശ്രീജ IFS. ഇങ്ങ് മലയോര പട്ടണമായ വെള്ളറടയിലെ പ്രകൃതി രമണീയമായ ഇമ്മാനുവൽ കോളേജ് ക്യാമ്പസിൽ അദ്ദേഹം വിദ്യാർത്ഥികളോടും രക്ഷകർത്താക്കളോടും പങ്കുവയ്ക്കുന്ന ഊർജ്ജസ്വലമായ ആവേശകരമായ വാക്കുകളാണ് നാം കേൾക്കാൻ പോകുന്നത്. അദ്ദേഹം പറഞ്ഞ വാക്കുകളൊന്ന് ശ്രദ്ധിക്കാം. നമസ്കാരം. വേദിയിലായിരിക്കുന്ന ഇമ്മാനുവൽ കോളേജിൻ്റെ മാനേജർ റൈറ്റ് റെവറൻഡ് മോൺസിഞ്ഞോർ G. ക്രിസ്തുദാസ് അച്ഛൻ, പ്രിൻസിപ്പൽ ഡോക്ടർ വിജയകുമാർ സർ, സ്റ്റുഡൻസ് കോർഡിനേറ്റർ മിസ് പ്രിൻസ ലാലി ടീച്ചർ, ക്രിസ്തുദാസ് തോംസൺ അച്ഛൻ, മറ്റ് റാങ്ക് ജേതാക്കളെ, മറ്റ് വിശിഷ്ട വ്യക്തികളെ, ഡിയർ പാരൻസ്, സ്റ്റുഡൻസ്, ഫാക്കൽറ്റി ആൻഡ് എസ്പെഷ്യലി പുതിയ നവാഗതരായിട്ടുള്ള കുട്ടികളെ, ആദ്യമേ തന്നെ ഇമ്മാനുവൽ കോളേജിൽ വരാൻ സാധിച്ചതിലുള്ള എൻ്റെ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. ഫ്രഷേഴ്സ് ഡേ എപ്പോഴും ഒരു സ്പെഷ്യൽ ഡേ ആണ്. ഞാൻ 2019 എൻ്റെ +2 കഴിഞ്ഞ് മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ ഫ്രഷേഴ്സ് ഡേ ആഘോഷിച്ച ആ സമയമാണ് എൻ്റെ മനസ്സിൽ വരുന്നത്. എപ്പോഴും ഒരു എന്താ പറയുക, വളരെ സെൻറ്റിമെൻ്റലായിട്ടുള്ള കുറച്ചൊക്കെ വിഷമം തോന്നുന്ന ഒരു ദിവസമാണ് ഇപ്പോൾ ആലോചിക്കുമ്പോൾ. അന്ന് ഞങ്ങൾക്ക് നിങ്ങളെപ്പോലെ ഇങ്ങനെ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഫ്രഷേഴ്സ് ഡേ അല്ല ഉള്ളത്. ഞങ്ങൾ കോളേജിൽ പോകുന്നു, ജൂൺ പകുതിയോടെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഒരു 2-3 ആഴ്ച കഴിയുമ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും പ്രത്യേകമായിട്ടാണ് ഫ്രഷേഴ്സ് ഡേ ഉണ്ടാവുക. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ നടക്കുമ്പോൾ ഞങ്ങളുടെ സീനിയേഴ്സ് എല്ലാവരും ചുറ്റും നിൽക്കുന്നു. ഞങ്ങൾ ഫ്രഷേഴ്സ് എല്ലാവരും അവിടുത്തെ ഓഡിറ്റോറിയത്തിലിരിക്കുന്നു. ഞങ്ങൾക്ക് അങ്ങനെ പാരൻസ് ഒന്നും വരാറില്ല ഫ്രഷേഴ്സ് ഡേക്ക്, കുട്ടികൾ മാത്രമേ കാണുള്ളൂ. അപ്പോൾ അന്ന് എനിക്ക് ഓർമ്മയുള്ളത് സമോസയും ചായയും കഴിക്കാനായിരുന്നു തിടുക്കം. അത്രയും ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യുന്നതൊക്കെ രണ്ടാമത്തെ കാര്യം. ഓൾറെഡി എല്ലാവരെയും പരിചയപ്പെട്ട് കഴിഞ്ഞു, പുതുതായിട്ട് പരിചയപ്പെടേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഞാനും എൻ്റെ ഫ്രണ്ട്സൊക്കെ സമോസ കഴിക്കാനും ചായ കുടിക്കാനുമായിരുന്നു ഫ്രഷേഴ്സ് ഡേക്ക് പോയത്. അതിനുശേഷം അതത്രയും മെമ്മറബിളായിട്ട് എനിക്ക് തോന്നിയില്ല, കാരണം അതിൻ്റെ ആ ഒരു സീരിയസ്നെസ് ഒന്നും അന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷേ ഏറ്റവും മെമ്മറബിളായത് ഞങ്ങളുടെ ഹോളിലെ ഫ്രഷേഴ്സ് ഡേ. ഞാൻ പഠിച്ചത് മദ്രാസ് ക്രിസ്ത്യൻ കോളേജിലാണ്. അവിടെ ഞങ്ങൾക്ക് 6 ഹോസ്റ്റൽസ് ഉണ്ട്. ഞങ്ങൾ ഹോസ്റ്റൽസിന് ഹോൾസ് എന്നാണ് പറയുക, കാരണം അവിടെ സ്റ്റുഡൻറ്റ് ലീഡേഴ്സിന് അത്ര ഇമ്പോർട്ടൻസ് ഉണ്ട്. പിന്നെ എല്ലാം ഓൾമോസ്റ്റ് ഓൾ ദ റെസ്പോൺസിബിലിറ്റീസ് ഈ സ്റ്റുഡൻറ്റ് ലീഡേഴ്സിൻ്റെ ചുമതലയിലാണ് നടക്കുക. അപ്പോൾ അവിടുത്തെ ഫ്രഷേഴ്സ് ഡേക്ക് ഒരു പ്രത്യേകതയുണ്ട്. അത് ഫ്രഷേഴ്സ് തന്നെയാണ് കണ്ടക്ട് ചെയ്യുന്നത്. ആരും ഹെൽപ്പ് ചെയ്യാൻ കാണില്ല, സീനിയേഴ്സ് ഒന്നും ഹെൽപ്പേ ചെയ്യില്ല. അതും 2019 കോവിഡിന് മുന്നേ ഉള്ള സമയം. അപ്പം എന്തായാലും ആ ഒരു സീനിയർ ജൂനിയർ ആ ഒരു ഡിസ്റ്റിങ്ഷൻ അവിടെ വലിയ രീതിയിലുണ്ടായിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് എന്താ പറയുക, ഫ്രണ്ട്സൊക്കെ ഒരു കമ്മ്യൂണിറ്റി ഫീലിംഗ് വരുന്നതും, ഞങ്ങളെല്ലാവരും രാത്രിയൊക്കെ ഈ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉറങ്ങാതെ റൂമുകളിലൊക്കെ ആയിരുന്നു ഇത് ഡെക്കറേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഫുള്ള് വൃത്തികേടാക്കുന്നതും അടുത്ത ദിവസം ആരും കാണാതിരിക്കാൻ വേണ്ടി റൂം അടച്ചിടുന്നതും ഒക്കെ ഇങ്ങനെ വല്ലാതെ ഓർമ്മയിൽ വരുന്നു. ഇനിയൊന്നും ആ സമയങ്ങളിലോട്ട് കടന്നു പോകാൻ പറ്റില്ലെന്ന് ആലോചിക്കുമ്പോൾ വളരെയധികം വിഷമമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതുവരെയുള്ള ജീവിതത്തിൽ ഞാൻ ഏറ്റവും എൻജോയ് ചെയ്ത ഒരു 4-5 വർഷങ്ങളായിരുന്നു എൻ്റെ MCCയിലെ കോളേജ് ജീവിതം. എനിക്ക് തീർച്ചയായും പറയാൻ പറ്റും, ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു പ്രധാന ഫാക്ടർ എൻ്റെ കോളേജ് ലൈഫാണ്. ആ സിവിൽ സർവീസ് ഡ്രീമൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോഴേ ഉണ്ടെങ്കിൽ കൂടി അതിന് വേണ്ടിയിട്ടൊരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് സംഭവിക്കുന്നത് എൻ്റെ കോളേജിൽ വെച്ചിട്ടാണ്. ഞങ്ങൾ കോളേജിൽ പഠിക്കുമ്പോൾ ഫ്രഷേഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ഒന്നിന്നും ഒഴിഞ്ഞു മാറാൻ ഞങ്ങൾക്ക് ഒരു എക്സ്ക്യൂസ് ഒന്നും പറയാൻ പറ്റില്ല. സീനിയേഴ്സ് അതുപോലെ സ്ട്രിക്റ്റാണ്. അപ്പോൾ കോളേജിലല്ലെങ്കിലും ഹോളിനകത്ത് ഇങ്ങനെ എല്ലാത്തിലും നമ്മൾ പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ഡാൻസിന് ഡാൻസ്, പാട്ടിന് പാട്ട്, പിന്നെ ഡ്രാമയ്ക്ക് ഡ്രാമ, സ്പോർട്സിന് സ്പോർട്സ്, എല്ലാം.
ഞാനൊക്കെ വളരെ ഷൈ ആയിട്ടൊരു കുട്ടിയായിരുന്നു. +2 കഴിഞ്ഞിട്ട് ചെന്നൈയിൽ പോകാൻ ഞാനൊരു ഡിസിഷൻ എടുത്തതും ഈ ഷൈനെസ്സിൽ നിന്നൊക്കെ ഒന്ന് പുറത്തു വരാൻ വേണ്ടിയിട്ട്. എനിക്ക് പിന്നെ എന്തായാലും കേരളത്തിൽ നിന്ന് പുറത്ത് പോകണം എന്നുണ്ടായിരുന്നു. മര്യാദയ്ക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ അറിയില്ല. അപ്പോൾ ഇവിടെ നിന്ന് നടക്കില്ല എന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ അങ്ങോട്ട് പോയത്. അവിടെ പോയിട്ട് ഈ ഹോൾ സിസ്റ്റത്തിനെ കുറിച്ചൊന്നും എനിക്കൊന്നും അറിയില്ല. ഞാൻ ചെല്ലുന്നു, ഒരു 2-3 ആഴ്ച കഴിഞ്ഞിട്ട് ഈ പരിപാടികളെല്ലാം തുടങ്ങുന്നു. ഭയങ്കര ഓവർവെൽമിങ് ആയി. ഞാൻ എൻ്റെ വീട്ടിൽ വിളിച്ച് കരച്ചിലായിരുന്നു. എന്നെക്കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ ഇങ്ങനെ ഇതിലൊന്ന് പെട്ടേ, ഒരേ പരാതി. അന്ന് എൻ്റെ അടുത്ത് അമ്മ ഒരു കാര്യം പറഞ്ഞു, MCCയിൽ പോയി പഠിക്കാൻ പറ്റുക എന്ന് പറയുന്നത് നിൻ്റെ ഒരു വലിയ അവസരമാണ്, അത് പൂർണ്ണമായും ഉപയോഗിക്കുക. സീനിയേഴ്സ് ഡാൻസിന് വിളിക്കുന്നെങ്കിൽ പോയി ഡാൻസ് കളിക്കുന്നു. ഇപ്പോൾ കളിച്ചോ പറഞ്ഞിട്ട് എന്താ സംഭവിക്കുന്നത്? സ്പോർട്സ് പോകാൻ പറയുന്നെങ്കിൽ പോയി ചെയ്യൂ. എല്ലാത്തിനകത്തും ഒരു പോസിറ്റീവ് സൈഡ് കണ്ട് അത് ചെയ്യാൻ അങ്ങ് ഇറങ്ങുക, ഇനിഷ്യേറ്റീവ് എടുക്കുക, റിസ്ക് എടുക്കുക. ഇറ്റ്സ് ഓക്കെ. അത് ഇന്ന് വരെയും എന്നെ വല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്ത കുറച്ച് വാക്കുകളാണ്. ഇപ്പോൾ സിവിൽ സർവീസസിലോട്ട് ഇറങ്ങുമ്പോഴാണെങ്കിലും ഒരു വലിയ റിസ്ക്കാണ് നമ്മൾ എടുക്കുന്നത്. PG കഴിയുന്നു, UG കഴിയുന്നു, എന്നിട്ട് വരുന്നു, നമ്മൾ വേറൊരു ജോലിക്ക് പോകുന്നില്ല. UPSC സിവിൽ സർവീസസ് വളരെ അൺസർട്ടനിറ്റി നിറഞ്ഞ ഒരു പാത്തുവാണ്. ഈ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് അന്ന് കിട്ടിയ പാഠങ്ങളാണ്. അത് പറഞ്ഞു വന്നത്, നിങ്ങൾ കോളേജിൽ ആദ്യം വരുമ്പോൾ നല്ല എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കും. അതേസമയം ചില കുട്ടികൾക്ക് ഇങ്ങനെ പുറകോട്ട് വലിയാനൊരു ഒരു തോന്നലും ഉണ്ടാവും. അതൊന്നും വേണ്ട. കോളേജ് എന്ന് പറഞ്ഞാൽ അടിച്ച് പൊളിക്കാനുള്ളതാ, ബട്ട് റെസ്പോൺസിബിളി അടിച്ച് പൊളിക്കുക. ഫ്രീഡം ഉണ്ട്, റെസ്പോൺസിബിളി യൂസ് ചെയ്യുക. പക്ഷേ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുക. നിങ്ങളെ സ്വയം എക്സ്പ്ലോർ ചെയ്യുക. ആൻഡ് ഓൾവേസ് റിമെമ്പർ, ഇതിനി ഒരിക്കലും നിങ്ങൾക്ക് തിരിച്ച് കിട്ടാത്ത കുറച്ച് നല്ല സമയമാണ്. പലർക്കും ഡ്രീംസ് ഉണ്ടാവില്ല എന്നെനിക്കറിയാം, കാരണം ഞാനും ആ ഫേസിൽ കൂടെ കടന്നു വന്ന ഒരാളാണ്. ബട്ട് ഇറ്റ്സ് ഓക്കെ. കോളേജിലാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യേണ്ടത്. ഇപ്പം ടീച്ചേഴ്സും കോളേജും ഇത്രയധികം ഫെസിലിറ്റീസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുമ്പോൾ മേക്ക് യൂസ് ഓഫ് എവറിത്തിങ്, എവറി ഓപ്പർച്യൂണിറ്റി യു ഗെറ്റ്, എവറി ചാൻസ് യു ഗെറ്റ് ടു ബിക്കം ബെറ്റർ വേർഷൻ ഓഫ് യുവർ സെൽഫ്. ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ഇതിനെക്കുറിച്ചൊന്നും വലിയ ധാരണ അങ്ങനെ ഇല്ലായിരുന്നുവെങ്കിലും ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. നമ്മുടെ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് വേറൊരാളോ വേറൊരു ഗ്രൂപ്പോ ഒന്നുമല്ല. നമ്മുടെ കോമ്പറ്റീഷൻ എപ്പോഴും നമ്മൾ തന്നെയാണ്. നമ്മൾ ഇന്നലെയിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇന്നലെ നിന്ന് വ്യത്യസ്തമായി ഇന്ന് നമുക്ക് എന്ത് പുതിയതായിട്ട് അറിയാൻ പറ്റും. ഈ ഒരു ക്യൂരിയോസിറ്റി, ഈ ഒരു തീക്ഷ്ണത, ഇതൊക്കെ ബിൽഡ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അവസരമാണ് കോളേജിൽ നിങ്ങൾക്ക് ലഭിക്കുക. അതുകൊണ്ട് മാക്സിമം യൂസ് ചെയ്യുക. നിങ്ങളെക്കാളും ഒരു കൂടിപ്പോയ ഒരു 5-6 വയസ്സിൻ്റെ മൂപ്പ് എനിക്കുള്ളൂ, പക്ഷേ ഐ ക്യാൻ റിലേറ്റ് ടു മോസ്റ്റ്ലി ഓൾ ഓഫ് യു. അതുകൊണ്ട് ഞാൻ പറയുക, എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റം എത്തിയത് കോളേജ് ലൈഫ്. സോ മേക്ക് യൂസ് ഓഫ് എവറി ഓപ്പർച്യൂണിറ്റി യു ഗെറ്റ്. പിന്നെ എനിക്ക് വീണ്ടും എംഫസിസ് ചെയ്ത് പറയാനുള്ള ഒരു കാര്യമാണ്, നമുക്ക് കംപ്ലൈൻറ്റ് ചെയ്തിരിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട്, നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ, അവരങ്ങനെ ആയതുകൊണ്ട് ഞാനിങ്ങനെയായി, എൻ്റെ വീട്ടിൽ പഠിക്കാൻ കാശില്ല, അതുകൊണ്ട് എനിക്ക് പഠിക്കാനും താല്പര്യമില്ല. പിന്നെ എല്ലാവരും ബ്ലെയിം ചെയ്യുന്ന ഒരു സ്വഭാവം നമ്മളിൽ പലർക്കും ഉണ്ട്. ഞാനും റാൻഡ് ചെയ്യാറുണ്ട്, വൈൻ ചെയ്യാറുണ്ട്. പക്ഷേ അതൊന്നും ഒരു ഫാക്ടറേ അല്ല. ഞാൻ വരുന്നത് കുറച്ച് ഫിനാൻഷ്യൽ ലിമിറ്റേഷനുള്ള ഫാമിലിയിൽ നിന്നായിരുന്നു. എൻ്റെ പാരൻറ്റ്സ് എൻ്റെ അടുത്ത് എപ്പോഴും പറയും, അതൊന്നും ഒരു വിഷയമേ അല്ല. If you have the dream to go forward, if you have the dream to do something, just do it. കംപ്ലൈൻറ്റ് ചെയ്തിരുന്നത് കൊണ്ട് ഒരു കാര്യവുമില്ല. അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ അടുത്ത് എല്ലാവരുടെ പറയാനുള്ളത്, നിങ്ങളുടെ സാഹചര്യങ്ങൾ എന്തോ ആയിക്കോട്ടെ, നിങ്ങളുടെ ഇപ്പോഴുള്ള ആ ഒരു കാലിബർ അതെന്തോ ആയിക്കോട്ടെ, പക്ഷേ നിങ്ങളുടെ ഭാവിയെ മാറ്റിമറിക്കാനുള്ള ചുമതല നിങ്ങളുടെ ഓരോരുത്തരുടെയും കയ്യിലാണ്. നിങ്ങളുടെ ടീച്ചേഴ്സിനെ ബ്ലെയിം ചെയ്തിട്ട് കാര്യമില്ല, നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷനെ ബ്ലെയിം ചെയ്തിട്ട് കാര്യമില്ല, നിങ്ങളുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടിനെയും ബ്ലെയിം ചെയ്തിട്ട് കാര്യമില്ല. ഇഷ്ടംപോലെ വ്യക്തികൾ അവരുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ എന്തോ ആയിക്കോട്ടെ, അവരെല്ലാവരും അവർക്ക് ഡ്രീം ഉണ്ടെങ്കിൽ, അവർക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ മുന്നോട്ട് ഇറങ്ങി പ്രവർത്തിച്ച് നേടിയ ആൾക്കാരാണ്. നമ്മുടെ ലിമിറ്റേഷൻ നമ്മുടെ മൈൻഡിൽ മാത്രമാണ്. എനിക്കിത് മനസ്സിലാക്കാൻ കുറച്ച് സമയമെടുത്തു. പക്ഷെ മനസ്സിലായതിന് ശേഷം ഞാൻ ഒരിക്കലും സാഹചര്യങ്ങളെ ഞാൻ ബ്ലെയിം ചെയ്തിരുന്നിട്ടില്ല. അതിനെങ്ങനെ ബ്രേക്ക് ചെയ്യണം, അതിൽ നിന്ന് എങ്ങനെ ഓവർകം ചെയ്ത് പുറത്ത് വരണം, ഇതൊക്കെയായിരുന്നു എൻ്റെ ചിന്ത. അങ്ങനെയാണ് സിവിൽ സർവീസ് എഴുതുമ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്ലിയർ ചെയ്യണമെന്നും IFS തന്നെ എടുക്കണം എന്നുള്ളൊരു വലിയൊരു വാശി എൻ്റെ ഉള്ളിൽ വന്നത്. നമ്മൾ എല്ലാത്തിലും
ഒരു പോസിറ്റീവ് അപ്രോച്ച് എടുക്കുക. ഒന്നിനെ കംപ്ലൈൻറ്റ് ചെയ്യുക, എക്സ്ക്യൂസ് ഒന്നും പറഞ്ഞ് ഇരിക്കരുത്. അതൊരു നല്ല പ്രവണതയായിട്ട് പേഴ്സണലി എനിക്ക് തോന്നുന്നില്ല. നമുക്കെല്ലാവർക്കും ദൈവം അത്രയും നല്ല കഴിവുകൾ തന്നിട്ട് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടേക്കുന്നത് അല്ലേ? അപ്പോൾ കംപ്ലൈൻറ്റ് ചെയ്തിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? ആ കംപ്ലൈൻറ്റ് ചെയ്യുന്ന സമയം യു ക്യാൻ ടേക്ക് ആക്ഷൻ ടു ഇംപ്രൂവ് യുവർ ലൈഫ്സ്. അതാണ് ചെയ്യേണ്ടത്. പറയുമ്പോൾ ചിലർക്കൊക്കെ സില്ലിയായിട്ട് തോന്നുമായിരിക്കും, ബട്ട് സ്റ്റിൽ ദാറ്റ്സ് കൈൻഡ് ഓഫ് ദ ട്രൂത്ത്. ഇപ്പം മനസ്സിലായില്ലെങ്കിൽ കുറേ നാൾ കഴിയുമ്പോഴത്തേക്കും മനസ്സിലാവും. അതാണ് വളരെ ചുരുക്കി എനിക്ക് പറയാനുള്ളത്. ആൻഡ് വൺ മോർ തിങ്, ഈ ഫ്രം മൈ പേഴ്സണൽ എക്സ്പീരിയൻസ്, ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ഇറങ്ങി തിരിക്കുവാണെങ്കിൽ ഗീവ് യുവർ 100%. അതിനകത്ത് ഒരു മന്ദം ആ പരിപാടി ഇറക്കാതിരിക്കുക. നിങ്ങളൊക്കെ വളരെ ചെറിയ പിള്ളേർ, അപ്പം ഓൾവേസ് ബി ദാറ്റ് ക്യൂരിയസ് പേഴ്സൺ, ബി ദാറ്റ് എന്തൂസിയാസ്റ്റിക് പേഴ്സൺ. എനിക്കും കോളേജിൽ ഞങ്ങളുടെ സമയത്ത് കോവിഡൊക്കെ വന്നു. ഫസ്റ്റ് ഇയർ മാത്രമേ കോളേജിലുണ്ടായിരുന്നുള്ളൂ. സെക്കൻഡ് ഇയർ കോവിഡ് കൊണ്ടുപോയി. തേർഡ് ഇയറിൽ ലാസ്റ്റ് സെമിസ്റ്ററിൽ മാത്രമേ ഞങ്ങൾ കോളേജിൽ പോയേ. ഇതിന് ശേഷം ഞങ്ങളുടെ കോളേജ് ലൈഫിൽ ഒരു മന്ദത വന്നു. ഒന്നിനൊരു ഇൻട്രസ്റ്റ് ഇല്ലായ്മ, ആകെ മൊത്തത്തിലൊരു പ്രശ്നം. അതിനുശേഷം പിന്നെ വേറുള്ള മേഖലകളിലോട്ട് ഞങ്ങൾ പലരും പോയിട്ടുണ്ടെങ്കിലും ആ ഒരു ലേണിങ്ങിലുണ്ടായ ആ ഒരു കുറച്ച് ഡിഫിക്കൽട്ടീസ്, ആ ഒരു ക്യൂരിയോസിറ്റിയിൽ വന്ന കുറവ് ഇപ്പോഴും പലരെയും അലട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ബി എ വെരി ക്യൂരിയസ് പേഴ്സൺ. അതിപ്പം എനിക്ക് തോന്നുന്നു ഏതൊരു കരിയറിലും നമ്മൾ പ്രോഗ്രസ് ചെയ്യണമെങ്കിൽ നമുക്ക് കുറേ എന്തൂസിയാസവും ക്യൂരിയോസിറ്റി ഒക്കെ വേണം. റിസ്ക് എടുക്കാനും എല്ലാത്തിലും ചാടി നിൽക്കുക, ഇനിഷ്യേറ്റീവ് എടുത്ത് മുന്നോട്ട് നിൽക്കുക, ഇതൊക്കെ വളരെ വേണ്ട കാര്യങ്ങൾ. അതുകൊണ്ട് പ്ലീസ് ബി ദാറ്റ് ക്യൂരിയസ് പേഴ്സൺ, ബി ദാറ്റ് എന്തൂസിയാസ്റ്റിക് പേഴ്സൺ ഇൻ യുവർ ക്രൗഡ്. പിയർ ഗ്രൂപ്പൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും, ഫ്രണ്ട് സർക്കിളൊക്കെ ഉണ്ടാവും. മേക്ക് വൈസ് ഡിസിഷൻസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ്. കോളേജിൽ കിട്ടുന്ന ഒരു പ്രത്യേക ലെവൽ ഓഫ് ഫ്രീഡം ഇനി മേ ബി നിങ്ങളുടെ പുറകെ ആരും ഇനി നടക്കാൻ ഉണ്ടായിന്ന് വരില്ല. നിങ്ങളുടെ ബിഹേവിയർ കൺട്രോൾ ചെയ്യാനോ റെഗുലേറ്റ് ചെയ്യാനോ ഒന്നും ചിലപ്പോൾ ആൾക്കാരുണ്ടായെന്ന് വരില്ല. നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കൈകളിലാണ്. സോ ബി വെരി റെസ്പോൺസിബിൾ വെൻ യു എക്സസൈസ് ദാറ്റ് ഫ്രീഡം. ഇത് പറയാൻ കാരണമുണ്ട്. ഞങ്ങളുടെ MCCയിൽ വളരെ ലിബറൽ ആയിട്ടുള്ളൊരു കോളേജാണ്. സൗത്ത് ഇന്ത്യയിൽ വൺ ഓഫ് ദി മോസ്റ്റ് ലിബറൽ കോളേജസ് എന്നാണ് വിശേഷിപ്പിക്കുക. ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഓറിയൻറ്റേഷന് ക്ലാസ് തുടങ്ങുന്ന ദിവസം തന്നെ ഞങ്ങളുടെ അടുത്ത് പ്രിൻസിപ്പൾ പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ MCCയിൽ വന്നത് ഇറ്റ്സ് നോട്ട് എ കോയിൻസിഡൻസ്, ഇറ്റ് ഈസ് എ ഇൻസിഡൻറ്റ് ആൻഡ് യു ഹാവ് ലോട്ട് ഓഫ് ഫ്രീഡം. ഐദർ യു ക്യാൻ ബിക്കം ഗുഡ് ഓർ യു ക്യാൻ ഗോ വേഴ്സ്. Nobody will be there to control you. There will be disciplinary actions, but at the end of the day, decision is on you. അപ്പം ഈ കോളേജിലും എനിക്ക് തോന്നുന്നു കോളേജിൻ്റെ ആ ലെവൽ ഓഫ് ഫ്രീഡം എല്ലാം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. യൂസ് ദറ്റ് ഫ്രീഡം വെരി റെസ്പോൺസിബിളി. ബിക്കോസ് ഈ 3 വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾ ജോലിക്ക് പോകേണ്ട ആൾക്കാരാ, ഹയർ എഡ്യൂക്കേഷന് പോകേണ്ട ആൾക്കാരാ. ആൻഡ് എല്ലാവരും പറയുന്ന പോലെ ഫ്യൂച്ചർ ഈസ് ഇൻ ആർ ഹാൻഡ്സ്. ഇല്ലാതെ എല്ലാ പരിപാടിക്കും പോയി മൊത്തത്തിൽ അലമ്പായി കഴിഞ്ഞിട്ട് 3 വർഷം കഴിഞ്ഞിട്ട് അയ്യോ എൻ്റെ കോളേജിൽ പോയി 4-5 പേപ്പർ കിട്ടാനുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു എന്ന നല്ല പ്രവണതയല്ല. സോ യൂസ് ദാറ്റ് ഫ്രീഡം വെരി റെസ്പോൺസിബിലിറ്റി. ഫ്രഷേഴ്സിലേക്ക് എനിക്ക് പ്രത്യേകം പറയാനുള്ള കാര്യം അതാ, ഫ്രീഡം വൈസായിട്ട് യൂസ് ചെയ്യുക. ആൻഡ് സിവിൽ സർവീസസ് എഴുതാൻ ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ആ ഡ്രീമിനെ വളരെ അലൈവായിട്ട് വെക്കുക. അതിന് പറയാനൊരു കാരണമുണ്ട്. ഞങ്ങൾ പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുമ്പോൾ പൊതുവേ ഒരു കൺസെപ്ഷൻ എന്ന് പറയുന്നത് എന്താ, പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുന്നത് പൊളിറ്റീഷ്യൻ ആവാനാണ്. ആക്ച്വലി രണ്ടും തമ്മിൽ വലിയ ബന്ധം അങ്ങനെ പറയാൻ പറ്റില്ല. പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുന്ന പല ആൾക്കാരും പൊളിറ്റിക്സിൽ നിന്ന് അങ്ങ് മാറിപ്പോവും. ഞങ്ങളുടെ കോളേജിൽ പൊളിറ്റിക്കൽ സയൻസ് എടുക്കുന്ന ആൾക്കാരെടുത്ത് ഒരു 90% ആൾക്കാരെടുത്ത് നമ്മൾ പേഴ്സണലി പോയി ചോദിക്കുക എന്താ നിങ്ങളുടെ ഡ്രീമെന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും ടു ബിക്കം സിവിൽ സർവൻറ്റ്, വി ടുക്ക് പൊളിറ്റിക്കൽ സയൻസ്. ബട്ട് യു നോ വാട്ട് ഹാപ്പൻസ് ആഫ്റ്റർവേർഡ്സ്? 3 വർഷം കഴിയുമ്പോഴത്തേക്കും സിവിൽ സർവൻറ്റ് പോയിട്ട് ഒരു ഡ്രീമും ഇല്ലാത്തൊരവസ്ഥ. എന്തിനോ ഏതിനോ വേണ്ടി കോളേജിൽ വന്നു കഴിഞ്ഞു. ആൻഡ് ആരും അങ്ങനെ സിവിൽ സർവീസിലോട്ട് അങ്ങനെ പോകാറുമില്ല. സോ ലൈക്ക് ഇഫ് യു ഹാവ് ദ ഡ്രീം, അതിനെ യു ഹാവ് ടു കീപ്പ് ഇറ്റ് അലൈവ് ആൻഡ് ദെൻ യു ഹാവ് ടു വർക്ക് ഫോർ ഇറ്റ്. ഓക്കെ, നമ്മുടെ ഈ കോളേജിൽ നിന്ന് ഒരുപാട് സിവിൽ സർവൻസ് മാത്രമല്ല വേറെ നല്ല നല്ല കരിയറിലോട്ടൊക്കെ നിങ്ങൾ പോകണം. ആൻഡ് ഈ ഇലുസ്ട്രിയസ് അലുമിനി എന്ന് പറയുന്ന ഒരു ടാഗ് ഉണ്ടല്ലോ, ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. ഞാൻ സിവിൽ സർവീസ് പാസ്സായി കഴിഞ്ഞിട്ട് ആണ് എൻ്റെ കോളേജിലെ കോൺവെക്കേഷന് ഞാൻ പോയത്. മാർച്ച് 6 റിസൾട്ട് വന്നു. മാർച്ച് 28 എൻ്റെ മാസ്റ്റേഴ്സിൻ്റെ കോൺവെക്കേഷൻ.
അപ്പോൾ ഞാൻ പോകുമ്പോൾ the amount of love and respect that I got from my college, that was something so special. പ്രിൻസിപ്പലിൻ്റെ റൂം ക്യാബിനിലൊന്നും നമുക്ക് ആർക്കും പോകാനുള്ള പെർമിഷൻ സ്വാഭാവികമായിട്ടില്ല. വഴി കൂടെ കാണുമ്പോഴും അപ്പോയിൻമെൻ്റ് എടുത്ത് കയറാൻ പറ്റത്തുള്ളൂ. ബട്ട് ആ ദിവസം ഞാൻ പോകുമ്പോൾ he was there to welcome me when I went to the office. ആൻഡ് ഈ കോൺവെക്കേഷൻ്റെ സമയത്ത് നമ്മളിങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. എനിക്കും എൻ്റെ ഫ്രണ്ടിനും റാങ്ക് ഉണ്ടായിരുന്നു. അപ്പം ദേ വർ യൂസിങ് ദിസ് ടേംസ് ഇല്ലുസ്ട്രിയസ് അലുമിനി, ദ പ്രൗഡ് ഓഫ് MCC, ആൻഡ് ടു ഹിയർ ദോസ് വേർഡ്സ് കമ്മിങ് ഫ്രം അവർ പ്രൊഫസേഴ്സ് ആൻഡ് ടു ഗെറ്റ് ദാറ്റ് റെക്കഗ്നിഷൻ ഇൻ ഫ്രണ്ട് ഓഫ് അവർ പ്രൊഫസേഴ്സ്, ദാറ്റ് വാസ് ജസ്റ്റ് ബ്യൂട്ടിഫുൾ. I just want all of you to experience that, the tagline of illustrious alumni or alumna coming back to alma mater. അത് നിങ്ങളുടെ ഡ്രീമും അതായിരിക്കണം. നിങ്ങൾ പഠിച്ചിറങ്ങിയ കോളേജിൽ നിങ്ങൾ ചീഫ് ഗസ്റ്റായിട്ട് ഒരു ദിവസം വരും. നിങ്ങളുടെ ഫ്രണ്ട്സിനൊപ്പം അലുമിനി റിയൂണിയനൊക്കെ നിങ്ങൾ വലിയ വലിയ ആൾക്കാരായിട്ട് തിരിച്ചു വരും. എപ്പോഴും അങ്ങനെ ഒരു ലോങ് ടേം ഗോളിലായിരിക്കണം നിങ്ങൾ. ആൻഡ് ലെറ്റ് മീ ടെൽ യു, ആ ദിവസമൊക്കെ നിങ്ങളുടെ ലൈഫ് ലോങ് മെമ്മറീസ് ആയിരിക്കും. എനിക്ക് എൻ്റെ അമ്മയും അച്ഛനും ഇവിടെ ഉണ്ട്. ഞാൻ പറയുമായിരുന്നു റിസൾട്ടിനൊക്കെ മുന്നേ, ഒരു ദിവസം ഞാൻ MCCയിൽ ചീഫ് ഗസ്റ്റായിട്ട് പോകും, ഞാൻ നിങ്ങളെയും കൊണ്ടുപോകുന്നു. എൻ്റെ കോൺവെക്കേഷൻ അവരുണ്ടായിരുന്നു. ആൻഡ് അവർ ഭയങ്കര പ്രൗഡായിട്ട് ഇരിക്കുമായിരുന്നു. ഞാൻ പ്രൊഫസേഴ്സിൻ്റെയൊക്കെ മുന്നിൽ എനിക്ക് അവരെ കൊണ്ടുപോകണമെന്നുണ്ടായിരുന്നു. ആൻഡ് ദ റെസ്പെക്ട് ദേ വർ ഗെറ്റിംഗ്, അതൊക്കെ എന്നെ വല്ലാണ്ടെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്തു. ആൻഡ് ഐ ജസ്റ്റ് വാണ്ടഡ് ദം ടു എക്സ്പീരിയൻസ് ഇറ്റ്. നിങ്ങളുടെ പാരൻസിന് അങ്ങനെ ഒരു അവസരം നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. ഇതൊക്കെയാണ് നമ്മുടെ ലോങ് ലൈഫും ചെറിഷ്ഡ് ആയിട്ട് ഉള്ള മൊമെൻറ്റ്സ് എന്നൊക്കെ പറയുന്നത്, ബ്യൂട്ടിഫുൾ മൊമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇതിനൊക്കെ വേണ്ടിയിട്ട് അശ്രാന്ത പരിശ്രമം നടത്തുക, അടിച്ചു പൊളിക്കുക കോളേജ്. ബട്ട് ബി വെരി റെസ്പോൺസിബിൾ. ഈ 3 വർഷത്തിന് ശേഷം അല്ലെങ്കിൽ 5 വർഷത്തിന് ശേഷം ദർ ഇസ് എ ലോങ് ജേർണി ഇൻ ഫ്രണ്ട് ഓഫ് യു. സോ എല്ലാവരെയും സർവേഷൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കോളേജിന് എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. ഇത്രയും മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഫ്രഷേഴ്സ് ഡേ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. Thank you, Srija ma'am, for your inspiring words. കുഞ്ഞുങ്ങളാണ്, ഇത്തരം പ്രതിഭകളാണ് നമുക്ക് ആവശ്യം. പറഞ്ഞ ശ്രീജ IFS പറഞ്ഞ ഓരോ വാക്കും ഓരോ കുഞ്ഞിനെയും സ്വാധീനിക്കുന്നതാണ്, ഓരോ രക്ഷകർത്താവിനെയും സ്വാധീനിക്കുന്നതാണ്. മലയാളിയുടെ യശസ് ഉയരട്ടെ. മലയാളികളുടേത് മാത്രമല്ല, എല്ലാവരുടെയും യശസ് ഉയരട്ടെ. നല്ല കുഞ്ഞുങ്ങളെ, നല്ല പൗരന്മാരെ വാർത്തെടുക്കാൻ രക്ഷകർത്താക്കളും സമൂഹവും ഒത്തൊരുമിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വാർത്തയും വിശേഷമായി നമുക്ക് വേഗം കണ്ടുമുട്ടേണ്ടതുണ്ട്. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗുഡ് ലക്ക്.